പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള രണ്ട് നിർണായക ചർച്ചകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചയും അടുത്തയാഴ്ച അമേരിക്കയിൽ നടക്കുന്ന ഇസ്രയേൽ ലെബനോൺ ചർച്ചയും ഗൾഫിന് അതിനിർണായകമാണ്. ഇതിനിടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് UAE സൂചന നൽകിയിട്ടുണ്ട്. ദുബായിൽ നിന്ന് സുരേഷ് വെളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഗൾഫിന് അല്ലെങ്കിൽ പശ്ചിമേഷ്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള രണ്ട് ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഇസ്ലാമാബാദിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ച. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ അടക്കമുള്ളവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിൽ നിന്നും പാർലമെന്റ് സ്പീക്കർ അടക്കമുള്ളവർ ചർച്ചയ്ക്ക് എത്തിയിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഹോർമൂസ് തന്നെയായിരിക്കും. ആ ഹോർമൂസ് കൃത്യമായി തുറക്കാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഗൾഫ് മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതായത് ഫെബ്രുവരി 28-ന് മുൻപുണ്ടായിരുന്ന അതേ സാഹചര്യത്തിലേക്ക് സമ്പൂർണ്ണമായി ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക, ടോൾ ഫ്രീ ആയിട്ട് അതിലൂടെ ചരക്ക് കപ്പലുകളെ സഞ്ചരിക്കാൻ അനുവദിക്കുക, അങ്ങനെ ഒരു സാഹചര്യം ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് അമേരിക്കയും ആവശ്യപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് ഈ ട്രോൾ എന്നുള്ള ഇറാന്റെ നിർദ്ദേശത്തെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഡോണ്ട് പ്ലേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ അറിയിച്ചിരുന്നു. അതിൽ ഇറാൻ വിട്ടുവീഴ്ച നടത്തിയാൽ മാത്രമേ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പ്രതീക്ഷിക്കുന്ന ഒരു സമാധാനം ഉണ്ടാക്കുകയുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹോർമൂസ്. മറ്റൊന്ന്, രണ്ടാമത്തെ ചർച്ച എന്ന് പറയുന്നത് അമേരിക്കയിൽ അടുത്ത ആഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചർച്ചയാണ്. അത് ലെബനോണും അതോടൊപ്പം തന്നെ ഇസ്രയേലും തമ്മിലുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ ഹിസ്ബുള്ള ആയിരിക്കും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത്. കാരണം ഹിസ്ബുള്ളയെ അംഗീകരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആ ചർച്ചയിൽ ഒരുപക്ഷെ ലെബനൻ അല്ലെങ്കിൽ ഇറാന്റെ ഒരു പ്രോക്സി ആയിട്ടാണ് ഹിസ്ബുള്ളയെ കാണുന്നത്, ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം, ഇന്ന് UAE-യുടെ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. UAE-യുടെ കാര്യം ഇനി അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ തന്നെ ഒന്ന് പുനരാലോചിക്കേണ്ടി വരും. നിലവിൽ ഫെബ്രുവരി 28-ന് മുൻപുണ്ടായിരുന്ന രീതിയിലായിരിക്കില്ല. കാരണം പല ബന്ധങ്ങളും പലരെയും ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ബന്ധത്തിൽ ഒരു പുനരാലോചനയെക്കുറിച്ച് UAE ആലോചിക്കുന്നുമുണ്ട്. ഏതായാലും ഈ രണ്ട് ചർച്ചകൾ നിർണായകമാണ്. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും.